ഹലോ. ആകെ വൃത്തികേടായിട്ട് കിടക്കുന്ന ഈ സിറ്റ് ഔട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടാണ് നമ്മുടെ ബാൽക്കണി ഗാർഡൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് പ്ലാസ്റ്റിക് ബോട്ടിൽസും മരുന്ന് കുപ്പികളൊക്കെ എടുത്ത് ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അക്രിലിക് പെയിൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നമ്മുടെ തോട്ടത്തിലുള്ള കുറച്ച് ചെടികളിൽ നിന്നൊക്കെ കുറച്ച് കട്ടിങ്സ് ഒക്കെ എടുത്ത് അതിനുള്ള മണ്ണൊക്കെ നിറച്ചിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് പോട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പം നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മളിങ്ങനെ ഒരു 3 ആണി അടിച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു റീപ്പർ ഇതിൻ്റെ മുകളിലേക്ക് വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു പെരയുടെ വടി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ 2 സൈഡിലും ഇതുപോലത്തെ ഒരു കയറുകൊണ്ട് കെട്ടിയിട്ടു. പിന്നെ നമ്മൾ ഈ കാണുന്ന മുകളിലത്തെ പോർഷൻ അപ്പം നമുക്കൊരു ആണിയിൽ തൂക്കിയിടാൻ പറ്റും. അപ്പോൾ നൂലിലോ കട്ടിയുള്ള എന്തെങ്കിലും കയറിലോ ഒക്കെ നമുക്കിതുപോലെ കെട്ടിയിടാം. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഇതുപോലത്തെ ഒരു പോം എന്തെങ്കിലും ഒരു സാധനം നമുക്കിങ്ങനെ ഭംഗിയിൽ ഇത് അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് ഇങ്ങനെ ഒരു ഷേപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള പോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ പ്രത്യേകിച്ച് ഒരു പാറ്റേൺ ഒന്നും ഇതിന് ഫോളോ ചെയ്യണം എന്നില്ല. ഫ്രാൻസിസ് പുണ്യാളൻ്റെ ഒരു ക്യൂട്ട് പെയിൻറ്റിങ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെയുള്ള പല സാധനങ്ങളും നമ്മളതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കാം. എൻ്റെ കയ്യിലുള്ള കുറച്ച് മരത്തിൻ്റെ പീസുകളൊക്കെ വെച്ച് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സിമ്പിളാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ജസ്റ്റ് ആണി അടിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ഇത് കാണുമ്പോൾ തന്നെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊരു ഐഡിയ ഒക്കെ കിട്ടും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പെയിൻ്റൊക്കെ അടിക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു കോർണറിലേക്കാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് കുഞ്ഞു ചെടിയൊക്കെ വെക്കാം എന്നുള്ളൂ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇതുപോലെ കുറച്ച് ആണിയൊക്കെ അടിച്ച് ഇതുപോലത്തെ റീപ്പേഴ്സൊക്കെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലാണ് നമ്മൾ പെയിൻറ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ക്യൂട്ടായിട്ടുള്ള വേസുകളിൽ നമ്മൾ പ്ലാന്റ്സ് ഒക്കെ വെക്കുന്നത്. പിന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ക്യൂട്ടായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു പ്ലാന്റ് സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സ്നേക്ക് പ്ലാന്റ് സെറ്റ് ചെയ്തിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനത്തെ വെള്ള പ്ലേറ്റ്സ് ഒക്കെ വെച്ച് കൊടുത്ത് അതിനകത്ത് നമ്മുടെ സിങ്കോണിയ ഇതുപോലെ പോട്ട്സിലാക്കിയിട്ട് നിരത്തി വയ്ക്കുകയാണ്. പിന്നെ ഇവരെയും നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നൊരു ക്യൂട്ടായിട്ടുള്ള ഈശോയും ഞാനാണത്. അപ്പോൾ അത് നമ്മളൊരു കോർണറിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഈ ഒരു കോർണറിലായിട്ട് വെക്കുന്നുണ്ട്. കുറച്ച് അരളിയുടെ കട്ടിങ്സ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു താഴേന്ന്. അപ്പോൾ അത് നമ്മളിവിടെ പോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊരു ക്യൂലിംഗ് ആർട്ട് എൻ്റെ കസിൻ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ചെയ്തതാണ്. അതും നമ്മളൊരു കോർണറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ ക്യൂട്ട് ഫ്രെയിംസിലേക്ക് ഞാൻ കുറച്ച് പ്രിൻസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതും നമ്മൾ ഒരു സൈഡിൽ വെക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് പൂച്ചെടികളൊക്കെ അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സെറ്റപ്പും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നേരത്തെ നമ്മൾ ചെയ്ത ആ പാരേൻ്റെ വടി പോലെ തന്നെ ഒരു റീപ്പർ എടുത്ത് അതും ഇങ്ങനെ കെട്ടി കൊടുത്തേക്കാണ്. ഇത് ഭംഗിയുള്ള കുറച്ച് ഹാങ്ങിങ്സ് ആണ് പൂക്കളുടെ. മുകളിലൊരു ഭംഗിയുള്ളൊരു വള്ളി കയറിനിടയിൽ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതും കുറച്ച് പ്രിൻസ് ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തതാണ്. കുറച്ച് ഹാർട്ട്സ് ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കുഞ്ഞു പോട്ട്സ് ഒരു 15 വാങ്ങിച്ച് ഞാനിവിടെ ഒരു ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഇതുപോലെ ഒരു ആണി അടിച്ചിട്ട് അതിലിങ്ങനെ ജസ്റ്റ് തൂക്കിയാൽ മതി, അതവിടെ ഇരുന്നോളും. പിന്നെ ഈ ഒരു കോർണറിലേക്ക് ഈ ഒരു മേശ വെച്ചിട്ട് ഇതുപോലെ അഗ്ലോണിമയുടെ ഒരു പോട്ട് പ്ലേറ്റ് അടക്കം ഒരു സൈഡിലേക്കായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ ഒരു ബുക്ക് ഓർഗനൈസർ ഉണ്ടായിരുന്നു. ജസ്റ്റ് കാർഡ്ബോർഡിൻ്റെ മുകളിൽ പേപ്പർ ഒട്ടിച്ചു കൊടുത്തേന്നുള്ളൂ. അതിൽ ഇഷ്ടമുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള ബുക്സ് ഒക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ താഴെ സ്നേക്ക് പ്ലാന്റും മോൺസ്റ്ററിയും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചെയറും പിന്നെ ഒരു കുഞ്ഞു വിരിയൊക്കെ വിരിച്ചൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നമ്മൾ പൂവിൻ്റെ ഹാങ്ങിങ് തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രെയിമിൻ്റെ ഹാർഡ് ബോർഡും പിന്നെ കേക്ക് ബോർഡൊക്കെ ഇല്ലേ, അതിൽ ജസ്റ്റ് പേപ്പർ ഒട്ടിച്ചതാണ്. എന്നിട്ട് നമ്മൾ ഈ സ്റ്റിക്കി നോട്ട്സ് എടുത്ത് അതിൽ കുറച്ച് വചനങ്ങളൊക്കെ എഴുതി ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ അത് പറഞ്ഞങ്ങ് പോരും. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് വചനങ്ങളാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഒരാണി അടിച്ച് ബാക്കിൽ ഹോൾ ഇട്ടിട്ടാണ് നമ്മൾ തൂക്കിയിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് പച്ചക്കറികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഫുള്ളായിട്ട് നമ്മൾ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് കാണാം. പിന്നെ ലൈറ്റ്സ് ഇട്ടിട്ടുള്ള ഒരു വ്യൂവും നമുക്ക് കാണാം കേട്ടോ.